കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ ചിലരെങ്കിലും പറയും അത് എം.എ. യൂസഫ് അലി, ടി.എസ്. കല്യാണരാമൻ എന്നൊക്കെ. എന്നാൽ നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് കേരളത്തിലെ വളർന്നു വരുന്ന യൂസഫ് അലിയെ പോലും മറികടക്കാൻ നോക്കുന്ന കുറച്ച് കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളെയാണ്. ഓരോ വർഷവും നമ്മുടെ കേരളത്തിൽ പണക്കാരായിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ഇത്തരത്തിലുള്ള ആളുകളുടെ ലിസ്റ്റിൽ 10ാമതായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം മോഹൻലാൽ തന്നെയാണ്. 1980-ൽ പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ അഭിനയം തുടങ്ങിയ ലാലേട്ടൻ ഇന്ന് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെയായിട്ട് അഭിനയിച്ചത് 400-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. ഇന്ന് ഇദ്ദേഹം ഒരു നടന് പുറമെ മികച്ചൊരു ബിസിനസ്സുകാരനും നിക്ഷേപകനും ഒക്കെയാണ്. ഇന്ന് മോഹൻലാല് ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 10 കോടി മുതൽ 15 കോടി രൂപയോളമാണ്. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ മൊത്തം ഒരു ആസ്തി എന്നത് ചില റിപ്പോർട്ടുകൾ പ്രകാരം 438 കോടി രൂപക്ക് മുകളിലാണ്. 9ാമതായിട്ട് വരുന്നത് വി.എ. അജ്മൽ. 1984-ലാണ് ഇദ്ദേഹത്തിന്റെ പിതാവ് ബിസ്മി ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു ചെറിയ ഗ്യാസ് ഏജൻസി ആരംഭിക്കുന്നത്. പിന്നീട് വർഷം 2000-ന്റെ തുടക്കത്തിലാണ് അജ്മൽ ബിസ്മി ഗ്രൂപ്പിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് ഇദ്ദേഹം ബിസ്മി ഗ്രൂപ്പിനെ പടുത്തുയർത്തിയത് 800 കോടി രൂപയോളം മൂല്യമുള്ള വലിയൊരു സാമ്രാജ്യമാണ്. 2015-ലാണ് ബിസ്മി എന്ന പേരിൽ ആലപ്പുഴയിൽ ആദ്യത്തെ ഹൈപ്പർ മാർക്കറ്റ് തുറക്കുന്നത്. ഇന്ന് കേരളത്തിലും അതിന് പുറത്തുമായിട്ട് ബിസ്മി ഗ്രൂപ്പിന് കീഴിലുള്ളത് 30-ലധികം വരുന്ന വലിയ ഹൈപ്പർ മാർക്കറ്റുകളാണ്. 8ാമതായിട്ട് വരുന്നത് അജിത് തോമസ് ആണ്. AVT എന്ന തേയില കമ്പനിയുടെ ഇന്നത്തെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഒക്കെയാണ് ഇന്ന് ഇദ്ദേഹം എന്നത്. 1925-ൽ തന്റെ അച്ഛൻ ആരംഭിച്ചതാണ് AVT എന്നത്. പിന്നീട് അങ്ങനെ ഇദ്ദേഹം തന്റെ അച്ഛന്റെ മരണശേഷമാണ് ഈ ഒരു കമ്പനി ഏറ്റെടുക്കുന്നത്. ഇന്നത്തെ അജിത് തോമസ് എന്ന ഇദ്ദേഹത്തിന്റെ ടോട്ടൽ നെറ്റ്വർത്ത് എന്നത് 1000 കോടി രൂപയോളമാണ്. 7ാമതായിട്ട് വരുന്നത് സാബു എം ജേക്കബ് ആണ്. 2011-ലാണ് ഇദ്ദേഹം കിറ്റെക്സിന്റെ അഥവാ അന്ന കിറ്റെക്സ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിക്കൊണ്ട് സ്ഥാനമേൽക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇദ്ദേഹത്തിന്റെ ആസ്തി നോക്കുകയാണെങ്കിൽ 2204 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ വ്യക്തിഗത സമ്പത്ത് എന്നത്. 1968-ൽ ഇദ്ദേഹത്തിന്റെ പിതാവ് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം എന്ന നാട്ടിൽ ആരംഭിച്ചതാണ് കിറ്റെക്സ് എന്നത്. അങ്ങനെ 2011-ലാണ് ഇദ്ദേഹത്തിന്റെ മരണശേഷം മകനായിട്ടുള്ള സാബു ജേക്കബ് കിറ്റെക്സ് കമ്പനി ഏറ്റെടുക്കുന്നത്. 6ാമതായിട്ട് വരുന്നത് മൈജി ഗ്രൂപ്പിന്റെ സ്ഥാപകനായിട്ടുള്ള AK ഷാജിയാണ്. 2006 കാലത്ത് ഇദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ നിന്ന് ആരംഭിച്ച തന്റെ ചെറിയൊരു ബിസിനസ് ഇന്ന് എത്തി നിൽക്കുന്നത് 140-ലധികം വരുന്ന ഷോറൂമുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു സാമ്രാജ്യമാണ്. എന്തിനേറെ പറയുന്നു, ഇന്ന് മൈജി ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ളത് പോലും മലയാളത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റികളായിട്ടുള്ള മോഹൻലാലും മഞ്ജു വാര്യറും ഒക്കെയാണ്. ഇന്നത്തെ AK ഷാജിയുടെ മൊത്തം ഒരു ആസ്തി എന്നത് 3000 കോടി രൂപക്ക് മുകളിലാണ്. 5ാമതായിട്ട് വരുന്നത് കടമ്പേലിൽ പോൾ തോമസ്. 1992-ലാണ് ഇദ്ദേഹം ഇസാഫ് എന്ന പേരിൽ തൃശൂർ ആസ്ഥാനമാക്കിക്കൊണ്ട് ചെറുകിട കച്ചവടക്കാർക്ക് പണം വായ്പയായി കടമായി നൽകുന്ന ഒരു മൈക്രോ ഫിനാൻസ് ബിസിനസ് ആരംഭിക്കുന്നത്. തുടർന്ന് അങ്ങനെ 2017 കാലത്താണ് ഇതിൽ നിന്നും മാറി ഇസാഫ് പിന്നീട് ഇന്ന് നമ്മൾ കാണുന്ന ചെറിയൊരു സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിക്കൊണ്ട് മാറുന്നത്. ഇന്ന് പോൾ തോമസ് ഇസാഫ് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിക്കൊണ്ടും ചെയർമാൻ ആയിക്കൊണ്ടുമെല്ലാം പ്രവർത്തിച്ചു വരുന്നു. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ടോട്ടൽ നെറ്റ്വർത്ത് എന്നത് 3243 കോടി രൂപയോളമാണ്. 4ാമതായിട്ട് വരുന്നത് ഭീമ ജ്വല്ലറിയുടെ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ B ഗോവിന്ദൻ. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ബിസിനസ്സിൽ ഒന്നാണ് ഭീമ ജ്വല്ലറി എന്നത്. 1925 ഇദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള ഭീമ ഭട്ടർ ആരംഭിച്ചതാണ് ഭീമ ജ്വല്ലറി എന്നത്. അങ്ങനെ 1985-ൽ ഇദ്ദേഹത്തിന്റെ മരണശേഷമാണ് മകനായിട്ടുള്ള ഗോവിന്ദൻ ജ്വല്ലറിയുടെ ചെയർമാൻ ആയിക്കൊണ്ട് സ്ഥാനമേൽക്കുന്നത്. ഇന്ന് ഭീമ ജ്വല്ലറിക്കുള്ളത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായിട്ടുള്ളത് 140-ലധികം വരുന്ന ഷോറൂമുകളാണ്. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ നെറ്റ്വർത്ത് എന്നത്
1400 കോടി രൂപയോളമാണ്. മൂന്നാമതായിട്ട് വരുന്നത് KP ബഷീർ. 2004 ഇദ്ദേഹം നെസ്റ്റോ എന്ന പേരിൽ ആദ്യത്തെ ഹൈപ്പർ മാർക്കറ്റ് UAE തുറക്കുന്നത്. ഇന്നത് 21 വർഷങ്ങൾക്കപ്പുറം നെസ്റ്റോ ഗ്രൂപ്പിന് കീഴിലുള്ളത് 140ലധികം വരുന്ന വലിയ ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും ഒക്കെയാണ്. ലുലു മാൾ കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു റീറ്റെയിൽ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പാണ് നെസ്റ്റോ എന്നത്. ഇന്നത്തെ KP ബഷീർ എന്ന ഇദ്ദേഹത്തിന്റെ ടോട്ടൽ ആസ്തി എന്നത് $1.5 ബില്യൺ അഥവാ 13,117 കോടി രൂപയോളമാണ്. ഇന്ന് ഇദ്ദേഹം നെസ്റ്റോ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിക്കൊണ്ടും ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ മാനേജിംഗ് ഡയറക്ടർ ആയിക്കൊണ്ടും എല്ലാം പ്രവർത്തിച്ചു വരുന്നു. രണ്ടാമതായിട്ട് വരുന്നത് MP അഹമ്മദ് ആണ്. മലബാർ ഗോൾഡിന്റെ സ്ഥാപകനും ചെയർമാനും ഒക്കെയാണ് ഇന്ന് ഇദ്ദേഹം എന്നത്. ആദ്യം തന്നെ നമുക്ക് ഇദ്ദേഹത്തിന്റെ സമ്പത്ത് ആസ്തി നോക്കുകയാണെങ്കിൽ 51,000 കോടി രൂപയുടെ സാമ്രാജ്യമാണ് ഇന്ന് ഇദ്ദേഹത്തിനുള്ളത്. 1993 കോഴിക്കോട് ജില്ലയിൽ വെറും 200 സ്ക്വയർ ഫീറ്റ് മാത്രം വലിപ്പമുള്ള ചെറിയൊരു ജ്വല്ലറി ആരംഭിച്ചുകൊണ്ടാണ് ഇദ്ദേഹം മലബാർ ഗോൾഡിന് തുടക്കം കുറിക്കുന്നത്. ഇന്ന് മലബാർ ഗോൾഡ് ജ്വല്ലറി എന്നത് 13 രാജ്യങ്ങളിലായിട്ട് 400ലധികം വരുന്ന ഷോറൂമുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു സാമ്രാജ്യമാണ്. ഒന്നാമതായിട്ട് വരുന്നത് VP നന്ദകുമാർ. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിന്റെ ഇന്നത്തെ മാനേജിംഗ് ഡയറക്ടറും CEOയും ഒക്കെയാണ് VP നന്ദകുമാർ എന്നത്. 1949 ഇദ്ദേഹത്തിന്റെ അച്ഛൻ തൃശൂർ ജില്ലയിലെ വലപ്പാട് എന്ന നാട്ടിൽ ചെറിയൊരു പണം വായ്പയായി കടമായി നൽകുന്ന ഒരു ബിസിനസ് നടത്തി വന്നിരുന്നു. പിന്നീട് അങ്ങനെ 1986 തന്റെ അച്ഛന്റെ മരണശേഷമാണ് നന്ദകുമാർ മണപ്പുറം ഫിനാൻസ് ഏറ്റെടുക്കുന്നത്. പിന്നീട് ഇദ്ദേഹമാണ് മണപ്പുറം ഫിനാൻസ് ഇന്ന് കാണുന്ന 54,175 കോടി രൂപ മൂല്യമുള്ള നിലയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുന്നത്. ഇന്ന് ഇന്ത്യയിലുള്ളത് 5,200ലധികം വരുന്ന ബ്രാഞ്ചുകളാണ് മണപ്പുറം ഫിനാൻസിനുള്ളത്. എന്തിനേറെ പറയുന്നു, മുത്തൂറ്റ് ഗ്രൂപ്പ് കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ രണ്ടാമത് നിൽക്കുന്നത് പോലും മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് ആണ്. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഇനി വരും വർഷങ്ങളിൽ ഇവരുടെ ആസ്തിയുടെ കാര്യത്തിൽ വർധനവുണ്ടായേക്കാം. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.